சமோசா இருக்கு, வடை இருக்கு, அடை இருக்கு. எத்தனை மணி வரை தமிழ்நாட்டில் வேலை? எப்போ ஸ்டார்ட் பண்ணும்? 9 மணிக்கு ஸ்டார்ட் பண்ணிட்டு சாயங்காலம் 5:30 மணி வரை வேலை. அப்பதான் கொத்தனா நம்ம ஊர்ல 8 மணிக்கு ஸ்டார்ட் பண்ணி 4 மணிக்கு முடிச்சிடும். ஒரு மேசனுக்கு வந்து 1200 ரூபாங்க, ஹெல்ப்பருக்கு வந்து 1000. കേരളാവിൽ പെരിയ പെരിയ വേല താനേ, വീട് താനേ, അപ്പൊ പെരിയ ജാസ്തി ശമ്പളം. എല്ലാ വീടും ഫോറിനില്ലേ. ചങ്ങായിമാരെ, ഒരു നാക്ക് വെറൈറ്റി കണ്ടന്റ് കേട്ടോ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ട് നാഗർകോവിലാണ്. ഇവിടെ വരാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു സബ്സ്ക്രൈബർ ഡോക്ടർ ചിന്നപ്പ മൂപ്പരെ വീട്ടിൽ ചെറിയ വീടാണ്, അതിൻ്റെ മുകളിൽ ചെറിയ ഡ്രസ്സ് തമിഴ്നാട്ടിൽ ചെയ്ത് കണ്ട് ഓടി വിരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മഴക്കാലത്ത് ഒരുപാട് തണ്ണി എന്ന് പറഞ്ഞ വെള്ളം വീടിൻ്റെ ഉള്ളിൽ വീണിട്ട് ചെമ്പട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ മൂപ്പരാന്ന് എന്താ പറഞ്ഞാൽ ഒരുപാട് പൈസ ഒന്നും പ്രശ്നമുള്ള കാര്യമില്ല, നല്ല സാപ്പാട് ട്രെയിൻ ടിക്കറ്റൊക്കെ തരാം, നിങ്ങൾ വന്ന് കണ്ടൊന്ന് റൈഡാക്കി തരുമെന്നുള്ളത്. അന്ന് പണി കാരണം നമുക്ക് ഒഴിവിട്ടില്ല, ഇപ്പോഴാണ് ഒന്ന് റെസ്റ്റ് കിട്ടിയത്. അപ്പോൾ റൈഡാക്കാൻ വേണ്ടി വന്നാണ്. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ടുള്ളൂ. അവിടെ നിന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് മൂലോടും ഒരു കുയ്യടിയിൽ സിമെന്റ് ഇടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസത്തെ പണിയിലുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു മേസൻ എന്നുള്ള നിലയ്ക്ക് എന്നും കേരളത്തിൽ തന്നെയല്ല പണി. അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തമിഴ്നാട്ടിലെ ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ആ റോഡ് സൈഡ് കണ്ട് അവിടെ വീടൊക്കെയാ സൺസൈഡ് ഒന്നും ഇവിടുത്തെ വീടിനും എല്ലാം ഉണ്ടാവില്ല, മുറിപ്പീസ് സൺസൈഡ് ഉണ്ടാവുള്ളൂ ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഒരു കോമ്പൗണ്ട് വാൾ വലിയ കെട്ടിക്കാണ്ട് അവിടെ മൊത്തം പെരെടുത്ത് വെക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് കണ്ടോ. ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കണേ നീളത്തിലൊരു വഴി, 6 മീറ്ററിൻ്റെ വഴി. ആ വഴി മൊത്തം മറ്റേ ധാറിട്ടിക്കണല്ലേ. അതിൻ്റെ എപ്പുറം നോക്കിയാൽ അതിൻ്റെ എപ്പുറത്തൊക്കെ കാണുകയാണെങ്കിൽ നമ്മളിങ്ങനെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട് ഇങ്ങനെ എടുത്തു തരും കണ്ടോ. 3 സെന്റ് 2 സെന്റ് 1.5 സെന്റിലൊക്കെ ഇവിടെ സ്ഥലം ഇങ്ങനെ കറക്റ്റാക്കി തിരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ സൂപ്പർവൈസർ പറഞ്ഞതാണ്. ഈ സ്ഥലത്ത് ഇതിപ്പോൾ നാഗർകോവിലിന് 1 കിലോമീറ്റർ മാറിയിട്ടാണ് അല്ലേ. ഇപ്പം നമ്മൾ അവിടെയാണ് വന്നത്, നടന്ന് വന്നപ്പോഴാണ് ഈ സൈറ്റ് കണ്ടത്. ഇവിടെ സെന്റിന് എന്താണ് വില എന്നറിയോ? 14 ലക്ഷം റുപ്യ. 14 ലക്ഷമാണ് ഇപ്പൊ ഇവിടെ ഒരു സെന്റിന് വില. നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയോ? ഈ 14 ലക്ഷത്തിന് സ്ഥലം വാങ്ങുകയാണെങ്കിൽ ഈ സ്ഥലം കിട്ടും. വീട് ഇനി ആരെ കൊണ്ട് വെപ്പിക്കണം നിങ്ങൾ ഇഷ്ടമാണ്. അപ്പൊ ആ ലെവലില് ഇവിടെ 2 ആൾക്കാർ സ്ഥലം വാങ്ങിയിട്ട് വീട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ കാണുന്ന വീടുണ്ടല്ലോ 3 സെന്റില് 750 സ്ക്വയർ ഫീറ്റില് ഒരു 2.10 ഹൈറ്റിൽ സ്ട്രക്ചറാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സെൻട്രിങ് അടിക്കാൻ വേണ്ടി പോണി. പിന്നെ ആ കാണുന്ന വീട് 4 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റാണ്. അതിമേല് പടവും നടക്കുന്നുണ്ട്. അപ്പൊ ആദ്യം വീടിന്റെ ഉള്ളിൽ ആദ്യം നമുക്ക് ഈ വീട് പരിചയപ്പെടാം. പിന്നെ എന്ന് പറഞ്ഞാൽ കണ്ടോ പ്ലിങ്ത് ബീം. തമിഴ്നാട്ടിലത്തെ വർക്ക് കൂടുതൽ വെറൈറ്റി എന്താന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ ചെങ്കല്ല് പലതരായി കല്ലുകളുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരൊറ്റ കല്ലേ ഉള്ളൂ, അതാണ് നമ്മളെ നാടൻ ഇഷ്ടിക. അത് 9 ഇഞ്ച് വീതി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിന്റെ കെട്ടുകാനും 9 ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ചെങ്കല്ലായതുകൊണ്ട് 8 ഉണ്ടാവുള്ളൂ. പിന്നെ ചെങ്കല്ലിന്റെ അഭാവം കാരണം ഓരോ ദിവസം കൂടുന്ന ഒരു സെന്റ് കുറയുന്നുണ്ട്, ഇനിയും കുറയും. 6 ഇഞ്ച് ചെങ്കല്ലിന് കിട്ടുകയാണെങ്കിലും ചെങ്കല്ലിന്റെ ഒരു സ്റ്റൈലും ഉറപ്പും അത് ഇതാണ്. പിന്നെ എവിടെ ഈ 3 സെന്റിന്റെ പേരിനുള്ളിൽ കയറുന്നതിന് മുമ്പേ ഇതാ നമ്മൾ സ്റ്റെപ്പിന്റെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ നീട്ടുകയാണെങ്കിൽ ഇത് വലത് സൈഡ്, ഇത് ഇടത് സൈഡിൽ പോർച്ചാണ്. അപ്പൊ ഈ പോർച്ചിലുണ്ടല്ലോ ഈ കാണുന്നത് കോയൽക്കിണർ ഒന്നുണ്ട്. ഇവിടെ കിണറൊന്നും ഉണ്ടാവില്ല തോന്നുന്നു, കോയൽക്കിണറാണ് മെയിൻ. പിന്നെ വാട്ടർ പ്യൂരിഫയർ ഫിൽറ്റർ വെക്കും. ഈ കാണുന്ന എന്താ പറയുക, നമ്മളെല്ലാവരും വിചാരിക്കും ഇത് കക്കൂസിന്റെ കുയ്യാവുന്നുള്ളത്. കക്കൂസിന്റെ കുയ്യല്ലത്. ഇത് നമ്മുടെ സൂപ്പർവൈസർ എന്താ പറഞ്ഞറിയോ? വാട്ടർ ടാങ്ക് ഗൾഫ് സിസ്റ്റം നല്ലതാ, തേച്ച് കാണി ഡബിൾ കോട്ട് ഔട്ട് കൊടുത്താൽ നമ്മളെ നാട്ടിൽ മുകളിൽ വെക്കണത് ഇവിടെ അടിയിൽ വെക്കാണ്. പിന്നെ ആണെങ്കിലും മുകളിൽ വെക്കുകയും ചെയ്യാം. വെള്ളം സ്റ്റോർ ചെയ്യാൻ സെറ്റപ്പാണ്. ഇവിടുത്തെ ഭൂമിയിൽ വെള്ളം ഉണ്ടാവുന്ന നമ്മൾ ലാസ്റ്റ് മൂവിയോട് വെച്ച് നോക്കാം. അപ്പൊ ഇതെങ്ങനെയാണെന്ന് അറിയാം, ഇവിടെയൊക്കെ ടൈൽസ് വന്നിട്ട് ഇതെല്ലാം മൂടിപ്പോകും. അപ്പം ഈ ടാങ്കിന് ഒരു തുറക്കാൻ ചെറിയ മൂടിയും ഇതിനും ചെറിയ മൂടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഏരിയ കവറായി. പിന്നെ വലത് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ വലത് സൈഡിൽ ഇതേപോലെ 3 സ്ലേബ് കാണാൻ പറ്റും. ഇത് വീടിന്റെ എന്താണ് വേസ്റ്റ് കുഴി. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ പെരന്റെ ഔത്ത് വേസ്റ്റ് കുഴി എത്താൻ പറ്റില്ല. ഇവിടെ കക്കൂസിന്റെ കുഴി വന്നത് പെരന്റെ അടുക്കളയിലാണ്, കാണിച്ചു തരാം. പിന്നെ ഇതിന്റെ പ്രത്യേകത 9 ഇഞ്ച് കെട്ടുവാണ്. 9 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഇഷ്ടിക 9 ആണ് കണ്ടോ. ഇതാണ് 9. വാതില് മെയിൻ ഡോർ എന്ന് പറഞ്ഞാൽ തേക്കാണ്. അത് മാത്രമല്ല ജനവാതിലുണ്ടോ, ഈ ജനവാതിലൊക്കെ പുറത്തേക്കല്ല വെച്ചത്. ഇത് രണ്ടും ഒരേ മരക്ക് ഉള്ളിലേക്ക് വെച്ചല്ലേ, സെറ്റ് സാധനം കേട്ടോ. ഇവിടുത്തെ ഡിസൈൻ കണ്ടില്ലേ, 3 സെന്റിൽ ഉണ്ടാക്കണ വീടല്ലേ, അപ്പൊ അതിന്റെ സൗകര്യം ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ 2 ഫില്ലർ വരാണ്ട്. ബോക്സിന്റെ ഫില്ലറിന് വേണ്ടി പ്ലിങ്ത് ബീം ഉണ്ട്. അതിന് ഇങ്ങനെ എന്തൊക്കെയോ ഫില്ലർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇനി കൊറേ നിന്നാ എന്താ നമ്മള് മറന്നു പോയിന്റ് മറന്നു വീടിന്റെ ഉള്ളിൽ കയറി. അപ്പൊ ഒരു മൗനപ്രാർത്ഥന കടകുളേ പലൊക്കെ തെങ്ങിന്റെ കേട്ടോ. അപ്പൊ സെൻട്രിങ് അടിക്കാൻ വേണ്ടി പോണി. ഇതാണ് നമ്മളെ ലിവിങ് ആൻഡ് ഡൈനിങ് ഹാള്. കണ്ടോ കറങ്ങി കാണിച്ചെടുത്താ. അവിടെ ജനവാതിൽ 3 കള്ളി, ഇത് 4 കള്ളി ജനവാതിൽ കേട്ടോ. നല്ല സൂപ്പറാണ്. പിന്നെ ഇവിടെ എംസാന്റെ തരി ഉള്ളതുകൊണ്ട് എംസാന്റെ തരി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പോയി നമ്മൾ കണ്ടില്ല. ഇനി ഏറോ ഏരിയയിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് സിറ്റ് എന്താണ് സംഭവം, അവിടെ നേരെ കയറിക്കുകയാണെങ്കിൽ സിറ്റ് ഔട്ട് ആണ്, ലിവിങ് ആണ്, ഡൈനിങ് ആണ്, 3 കൊല്ലമാണ്. അത് ഓല് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. സോഫ ഇവിടെ വെക്കണം ഓല് തീരുമാനിക്കുക. പിന്നെ ഇങ്ങനെ വന്നിക്കുകയാണെങ്കിൽ ഇവിടുന്ന് അഫ്റ്റർ വരാണ്ടല്ലോ. അപ്പൊ ഈ ചുമരിന്റെ കട്ടിങ് കണ്ട് ഇവിടുന്ന് അഫ്റ്റർ ഇതാ ഇതിങ്ങനെ കയറും. ലാൻഡിങ്ങിനാക്കി അവിടെ ഒരു ഫില്ലർ വേറെ കൊടുത്തിക്കണേ. ആ ഫില്ലറിലേക്ക് പല അടിച്ച് വെച്ചിക്കാണ്. പിന്നെ ഇവരെ കോൺക്രീറ്റ് എങ്ങനെയാണെന്ന് അറിയോ, ഇവരെ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടോ
ഈ പലകമ്മൽ കണ്ടോ, ഈ പലകമ്മൽ കറക്റ്റ് ഇങ്ങനെ കോണാക്കി അളവെടുത്ത് വരച്ചിക്കണേ. ഇനി എന്താ ചെയ്യാൻ 2 ഇഞ്ച് കനത്തിൽ ഇതിൽ കോൺക്രീറ്റ് ചെയ്യും, 2 ഇഞ്ചോ 3 ചെയ്യും. എന്നിട്ട് അതിന്റെ ബാക്കിൽ നമുക്കിന്ന് വകയില്ല, ഇഷ്ടിക കൊണ്ട് എന്ത് ചെയ്യുന്ന ഈ സ്റ്റെപ്പ് ഇഷ്ടിക കിട്ടും. ചിലപ്പം നേരെ എന്ത് ചെയ്യും, ഞാൻ വീട്ടിൽ പോയി കാണാൻ പറ്റും, ചില വീഡിയോയിൽ അങ്ങനെയാണ് കാണല്. പിന്നെ ഇതിപ്പോ ഡൈനിങ് ഹാൾ, അതായത് ഒരു പാസേജ് കേട്ടോ. അവിടുന്ന് കയറി വന്നേ, ഈ ഇഷ്ടികനെ മരം എടുത്താ എന്താ പടവ്. അവിടുന്ന് കയറി വന്ന് ഇവിടെ കോണിന്റെ ഏരിയ ഞാൻ ഇവിടെ കവർ ചെയ്ത് 3 സെന്റല്ലേ ഉള്ളൂ. പിന്നെ ആ കാണുന്ന അടുക്കള കേട്ടോ, ആ കാണുന്ന അടുക്കള. പിന്നെ നോക്കിയാ വേറെ ഇട്ടുണ്ട് പണി നമ്മൾ അതേപോലെ തന്നെ വാരിപ്പൊത്തല, ചുമരിന്റെ ഉള്ളും മുറക്കെ വാരിപ്പൊത്തല. ഇതാണ് ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ അവസ്ഥ എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ ഒരു നല്ല സൂപ്പർ 10x10 എന്ന് പറയാൻ പറ്റില്ല, 10ഉം അതേപോലെ തന്നെ ഒരു 14 വരുന്നുണ്ട് അല്ലേ, ഒരു 1.5 ബെഡ്റൂം. തമിഴ്നാട്ടിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു ബെഡ്റൂമിനെ ധാരാളം, ഒരു ഫാമിലിക്ക് മൊത്തത്തിൽ എടുക്കാം. ഇത് ബാത്റൂം. പിന്നെ 2x10 ഹൈറ്റ് ഈ കാണുന്ന ഏരിയ മൊത്തം ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, കേരളത്തിൽ നമുക്ക് ഒരുപാട് പാറകളൊക്കെ ഉണ്ടാവും. സുഹൃത്തുക്കളെ, നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഞങ്ങളെ കൊണ്ട് കൈയുടെ കുളത്തിൽ സൂപ്പർ വീഡിയോ നമ്മൾ എത്തിക്കും. എന്തേ പിന്നെ ഇവിടേക്ക് ഈ മുട്ട വയ്ക്കുക. ഇപ്പം നമ്മുടെ നാട്ടിൽ ജാക്കി എല്ലാ സാധനവും അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ എങ്ങനെ അറിയാം, ഇവിടെ എപ്പോഴും ആ യൂക്കാൽസിൻ്റെ അല്ലേ ഈ അക്കേഷ്യൻ്റെ സാധനം ഇഷ്ടം പോലെ കിട്ടും. അത് തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേക എന്താണ് ഒരു കൾച്ചറാണിത്. സെൻട്രിങ് പണിക്ക് ഈ മുട്ട് പറഞ്ഞാൽ അവിടെ ടൈൽസ് പണി എടുക്കുന്നുണ്ട്, ഓലൊക്കെ ഇതുമ്മൽ നിന്നാണ് എകരം കെട്ടിയാണ്ട് വെക്കണേ അല്ലേ. ഇനി കേട്ടുവാ. അപ്പം നമ്മൾ എന്താക്കിയതാ, ഒന്നും പാടെ ആ വാതിൽ കാണിച്ചാൽ കേട്ടോ, ആ വാതിൽ കണ്ടില്ലേ, അവിടുന്ന് വന്ന് ബെഡ്റൂം കഴിഞ്ഞ് ഈ കാണുന്ന ഏരിയയ്ക്കാ. ഇതാണ് അടുക്കള. അവിടെ ഒരു പാർട്ടീഷൻ വാൾ വരാനുള്ളതാണല്ലോ. റാക്ക് നോക്കിയാൽ ഈ റാക്ക് എന്ന് പറഞ്ഞാൽ പടവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടാണ്ട് കയറ്റി അടിക്കുക ചെയ്യുക. പിന്നെ ഇഷ്ടി നോക്കിയാൽ സിങ്കിൻ്റെ ഗ്യാപ്പ് ഉണ്ടോ, സിങ്കിൻ്റെ ഗ്യാപ്പ്. ഇതാണ് സിങ്ക്. ഇതെന്താ പറയുമോ, തട്ടി പൊടിച്ചിടും. അപ്പോൾ അത് റെഡി. പിന്നെ ഇടയ്ക്കാ വീടിൻ്റെ ബാക്കിൽ ഇവിടെയാണ് കക്കൂസിൻ്റെ കുഴി. ഇതിനുള്ളിൽ കക്കൂസിൻ്റെ കുഴി വന്നു പോയി, ഒരു പ്രശ്നമില്ല. കക്കൂസിൻ്റെ കുഴി ഇതിനുള്ളിൽ വന്നു പോയി. മൂപ്പര് പറഞ്ഞ് ഞാൻ വീടിൻ്റെ നമുക്ക് കാണാൻ പറ്റും തോന്നുന്നുണ്ട്. ഇനി കേട്ടോ, ഇതിൻ്റെ ബാക്കിൽ നോക്കിയാൽ ബാക്കിലത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടെന്ന് അറിയോ, ആ കാണുന്ന ഏരിയ 2 അടി, ഇവിടെ ഒരു 5 അടി ക്രോസാണ്. അപ്പോൾ ഇതും കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യുന്നറിയോ, സംഭവമില്ല. കക്കൂസിൻ്റെ കുഴിക്ക് ഇവിടെ സ്ഥലം ഉണ്ടോ, മുമ്പിലുള്ളിടത്തോളം സ്ഥലത്ത് എല്ലാ കുഴി നമ്മൾ കണ്ട്, വേസ്റ്റ് കുഴി ഉണ്ട്, ടാങ്ക് ഉണ്ട്. അപ്പോൾ കുഴി ഇവിടെയാണ്. അയാൾ പറഞ്ഞ കാര്യം നിങ്ങളെ ടോപ്പാക്കി പറയുന്നല്ല. പിന്നെ ഇസ്റ്റേക്ക് എത്ര ഉറുപ്പ്യ ഉണ്ടെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, അയ്യാ ഒരു ഇസ്റ്റേക്ക് എന്നാ പൈസ 8 റുപ്യ, 8 രൂപ. രണ്ട് സൈസ് ഇഷ്ടികർക്ക്, കോൺക്രീറ്റ് ഇഷ്ടികർക്ക്, മണ്ണ് ഇഷ്ടികർക്ക് അല്ലേ. എന്നാ ഇവിടെ. അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ പോയിട്ടോ, ഈ വീട്ടിൽ നിന്ന് ഇവിടെ സെൻട്രിങ്ങാർ അടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഇപ്പോൾ പടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ബോളർ എതുക്കയ്യാ, ഇത് വീടുക്കുള്ള കോൺക്രീറ്റ് പണിയെടുക്കാനാ. പിന്നെ ഇത് എംസാൻഡ് കണ്ടോ, അത് തരിയുള്ള കോൺക്രീറ്റ് എംസാൻഡ്, ഇത് പടവക്ക് എംസാൻഡ്. നമ്മ ഊരിലും അതുപോലെ. ഇങ്ങോട്ട് വാ. നമ്മൾ നേരത്തെ ഇത് 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാക്കുന്ന വീടാണ്. അവിടെ വലത് സൈഡിൽ വേസ്റ്റ് കുഴി ഉണ്ടില്ലേനോ, അതേപോലത്തെ വേസ്റ്റ് കുഴി, പക്ഷേ കരിങ്കല്ലോണ്ട കെട്ടിക്കണം കേട്ടോ. ഇത് ഞാൻ നല്ല കുമ്മാക്കാൻ അടിച്ചിട്ട് കണ്ട് തേച്ച് കണ്ട് ഒരു സ്ക്വയറാക്കി മാറ്റുക ചെയ്യുക. അങ്ങ് വരാം. തമിഴ്നാട് കൊത്തനാര് എന്ന് പറഞ്ഞാൽ എനിക്ക് ഊർക്ക് അളക്, മനസ്സൊക്കെ പിടിപ്പ്. നീ കേട്ട് വാ, നോക്കി ഇഷ്ടി നോക്കിയാ. ഈ ഇഷ്ടിക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇത് 2 വരെ 9 ഇഞ്ച് താനേ, 2 സെയിം താനേ. എതൊക്കെ എന്ത് ഇഷ്ടിക ഉണ്ടെന്ന് ഫൗണ്ടേഷനിൽ പോട്ടതില്ലേ. പിന്നെ ആ വീടില്ലേ, ആ 3 സെൻറ്റിൻ്റെ വീടിൻ്റെ ഫൗണ്ടേഷൻ മൊത്തം കരിങ്കല്ല, ഫൗണ്ടേഷനും അതിൻ്റെ ബേസ്മെൻറ്റും. നേരെ മറിച്ചില്ലേ ഈ വീടിനെന്ന് പറഞ്ഞാൽ ഹെവി പ്ലിങ്ത് ബീമാണ്, നല്ല ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ ഇഷ്ടിക എന്തിനാന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ എന്തിനാണ് മറന്ന് ഫൗണ്ടേഷന്. ആ കാണുന്ന ഇഷ്ടികയാണ് വീടിൻ്റെ കെട്ടിന്. ഇത് ഇഷ്ടിക നല്ല തണുപ്പെടുക്കൂലേ. പിന്നെ ഇങ്ങോട്ട് വാ, ഈ സൈഡിലേക്ക് വീടിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് കണ്ടോ സെൻട്രിങ്ങിൻ്റെ പണിക്ക് മുട്ട് വെച്ച് വയ്ക്കുകയാണ്. സെൻട്രിങ് നല്ല സൂപ്പറാക്കി എടുക്കട്ടോ. സെൻട്രിങ്ങിൻ്റെ പണിക്ക് മുട്ട് വെച്ച് കണ്ടോ എങ്ങനെ കൊടുത്തിട്ടുണ്ടോ, നമ്മളെ മാതിരി ഒട്ടൊന്നുമില്ല കണ്ടോ, അതിൻ്റെ അടിയിൽ കുത്തിച്ചിക്കുക. അത് വന്ന് നേരെ അടുക്കി വെച്ച് ആഞ്ഞടിക്കണ്ടല്ലേ. നമ്മൾ ഊര് കേരളത്തിൽ ഇന്ത മാതിരിയല്ല, വേറെ സ്റ്റൈലിൽ. എങ്ങനെ വന്നാലും വേല നടന്നാൽ മതി, നമുക്ക് സായങ്കാലം സാപ്പാട് കഴിക്കണം. ഇന്ത സൈഡിൽ 2 ജനാലുണ്ട്. ഇനി ഇങ്ങോട്ട് കറങ്ങി ഇനി വീടിൻ്റെ ഫ്രണ്ട് കൈക്കൂടെ വന്നാ അയക്കൂടെ വാ. അപ്പോഴാണ് എനിക്ക് വലതും ഇടതും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ വീടിൻ്റെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വീടിൻ്റെ വലത് സൈഡ് ഏതാണ്, ഇതല്ലേ. ഈ വീട്ടിലേക്ക് അത് വീടിൻ്റെ മറിയാണ്. ആ മറിനോട് ചേർത്ത് കണ്ടോക്കിയാൽ മറി ചേർത്ത് കണ്ട് അവിടെ ഒരു കോമ്പൗണ്ട് വാള്, അതായത് ഒരു മനുഷ്യന് നടക്കാനുള്ള കഷ്ടിച്ച് സ്ഥലം മാത്രമേ ഈ റൂമിൻ്റെ ആ ഗ്യാപ്പിൽ അവിടെ ഉള്ളൂ. പിന്നെ വരുന്നത് ഇതാണ്. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ കയറുമ്പോൾ ഇവിടെ തന്നെ എന്തുണ്ട്, വേസ്റ്റ് കുഴി വന്നതിന് ശേഷം ഈ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടുമ്പോൾ എന്തുണ്ട്, ടാങ്ക് നോക്കിയാൽ ഇതിൽ ഗ്രൗട്ട് ഇടാണ്ട് കേട്ടോ. ഗ്രൗട്ട് ഇട്ടില്ല. അപ്പോൾ ഈ ടാങ്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ പോർച്ച് കൂടെ. ഇത് പോർച്ച് താനേ വീടിക്ക്, പോർച്ച്. ഇത് വള്ളം സെറ്റ് പണിറதுக்கு ടാങ്ക് താനേ. അപ്പോൾ കക്കൂസുക്ക് ടാങ്ക് എങ്കേ
ഉള്ള പോയച്ചാ ഇവിടെ ഇവിടെ. അപ്പോൾ ഇത് വീടിൻ്റെ അവിടെ നിന്ന് കയറുകയാണെങ്കിൽ ഈ വീട് 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് മാത്രമല്ല നമ്മളെ ക്ലൈൻറ്റിൻ്റെ വീടാണ്. ഈ പറമ്പിൻ്റെ മുതലാളിൻ്റെ വീടാണല്ലോ. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിൽ ഉണ്ടാക്കുന്നത്. വലിയ ഡൈനിങ് ഹാൾ കേട്ടോ. ഡൈനിങ് ഹാൾ എന്ന് പറയാം, സിറ്റ് ഔട്ട് എന്ന് പറയാം. സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞ സാധനം ഈ വീടിനില്ല. സിറ്റ് ഔട്ടാണ്, ഡൈനിങ് ഹാളാണ്, അതേപോലത്തെ ലിവിംഗ് റൂമാണ്. ഇനി ഇങ്ങോട്ട് വാ, ഈ മൂലയ്ക്ക് വന്നാൽ ഈ മൂലയ്ക്ക് വന്നിക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ബെഡ്റൂം. ഇതാ ഈ സൈഡിൽ നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂം ഉണ്ടോ, ഇതൊരു ബെഡ്റൂം. അതേപോലെ തന്നെ എൻ്റെ വീട്ടിൽ 2 ബെഡ്റൂം ഇരിക്കും ഗ്രൗണ്ട് ഫ്ലോറിൽ. ഒരു ബെഡ്റൂം ഇங்கே ഇരിക്ക്, ഒരു ബെഡ്റൂം ഇங்கே ഇരിക്ക്. പിന്നെ ഈ കാണുന്ന കിച്ചൺ കേട്ടോ. കഴിഞ്ഞ് അതോടെ കഴിഞ്ഞ്. പിന്നെ ഈ ഹാളും മാത്രമേ ഉള്ളൂ. പിന്നെ അവിടുന്ന് കയറി വന്നാൽ കണ്ടെങ്കിൽ അതാ ഞാൻ കയറി വന്ന് ഇവിടെ വന്ന് കാണിച്ചാൽ അവിടെ തന്നെ ഇങ്ങോട്ടൊക്കെ ഇതാ ഒരാൾ പോർച്ചിൽ നിന്ന് നേരെ കയറി വന്നാൽ കാണുന്ന സംഭവമാണിത്. ഇങ്ങോട്ട് പോയാൽ റൂം, ഇങ്ങോട്ട് പോയാൽ ഹാള്, ഇങ്ങോട്ട് പോയാൽ അടുക്കള, എന്താ ഇങ്ങോട്ട് പോയാൽ പിന്നെ ബെഡ്റൂം. പക്ഷെ 2 ബെഡ്റൂമിൽ എന്നാ ഇരിക്ക്, അറ്റാച്ച്ഡ് ബാത്റൂം ഇരിക്കും ഇല്ലയാ. ഇനി കൊത്തനാരേ ഇங்கே വാ. ഓ എൻ്റെ മോനെ, വെറൈറ്റി എന്ന് പറഞ്ഞാൽ അടുക്കള വയ്ക്കുക. അടുക്കള സൂപ്പർ കേട്ടോ. നല്ലൊരു എൽ ഷേപ്പിലെ റാക്ക് എന്ന് മാത്രമല്ല ഈ അടുക്കളയിലൊരു ബോർഡ് ഉണ്ടാക്കിക്കണ നോക്കിയാ. അയ്യാ இந்த ബോർഡ് യാരടിച്ച് സൂപ്പർ വേല. എനിക്ക് ഇഷ്ടപ്പെട്ട് പിടിച്ചിരിക്ക്. നമ്മളെങ്ങനെ വെച്ചാൽ ഒരു റാക്ക് അടിച്ചിട്ട് 4 ഇഷ്ടിക വെച്ചു, അതിന്മേൽ പല നിരത്തി, വീണ്ടും സ്ലേവ് ഇട്ടു, വീണ്ടും ഇഷ്ടിക വെച്ചു, റാക്ക് അടിച്ചു, അങ്ങനെ ഒരു 3 തട്ട് ഒപ്പം എത്തിച്ചിട്ടുണ്ട്. ഇനി അവിടെ പടം എടുക്കുന്നുണ്ട്. നമുക്ക് മോൾക്ക് പോയേക്കാം. ഇങ്ങനെ മോൾ കയറതൊക്കെ സ്റ്റെയർ ഇരിക്കാം. ഇത് കൂടെ കയറാൻ മുടിയുമാ? ആയിക്കോട്ടെ, ഓക്കെ, താങ്ക്സ്. ആയിക്കോട്ടെ, വരി. പിന്നല്ലേ അയ്യാ ലാസ്റ്റ് അയ്യാ പടവക്കില്ലേ, നമ്മ നാട്ടിൽ ഒരു ചാക്ക് സിമെൻറ്റിക്ക് ഞങ്ങൾ 30 സട്ടിത இந்த செங்கல் പടവക്ക് വെക്കും. എംസാൻഡ് ഇവിടെ എവളത് 7-1. നമ്മൾ തേപ്പൊക്കെ എന്നാ, തേപ്പൊക്കെ ഒരു ചാക്കക്ക് 5-1. ഒരു ചാക്കക്ക് കൂട്ടുമ്പോൾ 24 ഇടും. കൊഞ്ചം കൊഞ്ചം ലൂസായി ഇടുമ്പോൾ ഒരു ചാക്കക്ക് 5 ഇടും. കാരണം ഒരു ചാക്ക് വന്ന് 4.5 സട്ടിലൊക്കെ ഇരിക്കും ചെട്ടിനാട് സിമെൻറ്റ്. അപ്പോൾ നോക്കിയാൽ ഇവിടെ ഉണ്ടോ കുമ്മായം കൂട്ടിച്ചിക്കണ്, ഇവിടെ കുമ്മായം കൂട്ടിച്ചിന്, ഇവിടെ സിമെൻറ്റ് കൂട്ടിയില്ല. കാരണം എന്താ പറയുക, ഭയങ്കര ഫടാഫട് പണിയാണ്. ഇനി നമുക്ക് ജനാലമ്മ കൂടെ എന്ത് ചെയ്യുക, മുകളിലേക്ക് പോയേക്കാം. നമുക്ക് ചിലവ് കുറഞ്ഞ രീതി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ചെരിവ് സൺസൈഡ് അല്ല, ഫ്ലാറ്റാണ്. ഫ്ലാറ്റിൻ്റെ പ്രത്യേകം എന്താ പറയുക, ഫ്ലാറ്റ് ആകുമ്പോൾ 2.10 ഹൈറ്റിന് പടവ് തീർത്തതിന് ശേഷം നേരെ എന്താ ചെയ്യുക, ലിൻഡൽ അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ അടിക്കുന്ന സൺസൈഡാണ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ. നേരെ മറിച്ച് ചെരിവ് അടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ലിൻഡലിൻ്റെ മുകളിൽ നമ്മളെ നാട്ടിലാണെങ്കിൽ ഒരു വരി ചെങ്കലിൽ പടവ് ചെയ്തിട്ട് അപ്പുറം എന്താ ചെരിവ് സൺസൈഡ് അടിക്കുള്ളൂ. കേരളാവിൽ വീടിക്ക് സൺസൈഡ് ഫ്ലാറ്റ് இருந்தா ഫ്ലാറ്റ് എല്ലാ സൈഡിലും കൊടുത്തിടും. അപ്പോൾ ഇங்கே എന്നാ ചിന്ന പീസ് സൺസൈഡ് എതുക്ക് കൊടുக்குது, മഴ ഇല്ലെങ്കിൽ മഴ കുറവുതാ. അത് എന്നാ പ്രശ്നം தெரியுமா, ജാസ്തി മഴ വന്നാൽ ഈ സൺസൈഡ് ഇരിക്കാഞ്ഞാൽ ചുമരെല്ലാം നാസായിടും. അങ്ങപ്പാരി എൻ്റെ ബിൽഡിങ്ങിൽ സൺസൈഡ് കൊടുക്കില്ല. നേരെ മഴ വന്നിട്ട് ചുമറിൽ അടിച്ചിട്ട് എല്ലാം പോയിടും. അവിടെ പടം കിടക്കുന്നുണ്ട്. പടവിന് വേണ്ടി ഹൈറ്റ് കിട്ടുന്ന നോക്കി ഇവിടെ നോക്കി ഹൈറ്റ് കിട്ടണേ. ഇവിടെ വാ, 1 പോരും, സ്പീഡ് അപ്പുറം 2 സ്പീഡ് പോരാ, നീ സ്പീഡ് പോരാ, 3 നീ സ്പീഡ് പോരാ, നീ സ്പീഡ് പോരാ, 4 5 കൊടുത്ത് 6 കൊടു, 1 കൊടു, ഇതെന്താ സംഭവം അറിയോ, പടവ് ചേർന്നതിന് മുന്നോടി ലിസ്റ്റിക്ക് നനയ്ക്കണം, തണ്ണിയിലെ പോടണം, നല്ല നനയ്ക്കണം. നനച്ചാലും വല്ല ഉറപ്പുണ്ടാവുള്ളൂ കേട്ടോ. ചട്ടകം നോക്കിയാ ക്രോസ് ചട്ടകം. ഇതിനാ സീലിംഗ് അടിക്കട്ടെ. ഏതാവ ചട്ടിന് സ്റ്റോൺ കൊടുങ്ങേ, സ്റ്റോൺ കൊടുങ്ങ, സീലിംഗ് അടിക്കാൻ പോവാ. അപ്പൊ ഇവരെ അമ്പേരക്ക് വന്നതാണ്, പണി തുടങ്ങാനായിട്ടില്ല. ഇനി ഇങ്ങോട്ട് നോക്കിയാ ഇഷ്ടിക ഇഷ്ടിക പുറത്തുനിന്ന് കൊടുക്കുക. ഇവിടുന്ന് തരും ഇഷ്ടിക, ഇങ്ങനെ തരും. ഒരു വാരി ഇഷ്ടിക മൊത്തം ഇങ്ങനെ വെക്കുക. ഇതേമാതിരി മൊത്തത്തിൽ ഇങ്ങനെ വെക്കൂലേ, നല്ല കുമ്മായൊക്കെ വെട്ടി നിറച്ച് സൂപ്പറാക്കി ഇങ്ങനെ വെക്കും. ഇത് അടുത്ത വരി വെക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ മൊത്തത്തിൽ ഇങ്ങനെ നീളത്തിൽ വെക്കും. ഇതാ ഇതേപോലെ നീളത്തിൽ വെക്കും. പിന്നെ അതിൻ്റെ അപ്പുറത്തെ വരിക്ക് എന്ത് ചെയ്യും, ഇതേപോലെ വെക്കും. പിന്നെ നീളത്തിൽ വെക്കും. അങ്ങനെ വെച്ച് എന്ത് ചെയ്യും, എത്ര ഹൈറ്റ് വീടിന് വേണോ ആ ഹൈറ്റ് വരെ കൊണ്ടുപോകും. എന്നാ പേര്? സുകുമാർ. കേരളാവുക്ക് വേലൊക്കെ കൂപ്പിട്ട വില മുടിയുമാ? മതി, വയസ്സായി. ഇനി കുളന്തുകളെ കൂട്ടത്തിലൊക്കെ ഊരിൽ നിന്ന് മരിച്ചു പോകണം. അത്രയല്ലേ ഉള്ളൂ. ഈ കൊത്തനാര് വേറെ പഠിച്ചാല് നല്ല ജോലി തന്നെ. വെയിൽ നിൽക്കണം. നമ്മ ആഗ്രഹങ്ങളൊക്കെ പെരിയ വീട് വെക്കുന്നതൊക്കെ, പെരിയ വണ്ടി വാങ്ങുறதுக்கெல்லாம் இந்த வேலை முடியுமா? முடியும். நல்ல രീതിയാ ഇരിക്കണം. നല്ല വെള്ളടിക്കാൻ പാടില്ല. സിമെന്റ് ചേർത്ത വെള്ളത്തേക്ക് തന്നെ ഗ്രൗട്ട് തണ്ണി ആദ്യം ഗ്രൗട്ട് വയ്ക്കിട്ടോ. ഇനി കുമ്മായം വരച്ച തമിഴ്നാട്ടിലേക്ക് മസാലക്ക് എന്നാ പേര്? കുമ്മായം തന്നെ.
ശാന്തി 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 ചാന്തങ്കേ 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 ഉടമ്പക്ക് നല്ല സ്ട്രാങ് ഇരിക്കും. നമ്മ ഊരില് പോയി മുട്ട കടക്കാതെ പോയി പീസ് മട്ടതാ ഇருக்கு. ഫുള്ള് ഗ്രൗണ്ടിന്റെ വെള്ളം വെച്ചുകാണ്ട് ഇനിയാണ് ചാന്ത് വരത്തുള്ളൂ അല്ലേ? അവിടെ കാപ്പാത്തുമ്പോ നമ്മ മേസ്തിരിക്ക് ഉയിര് ഉസിര് എല്ലാം കൊടുക്കണേ. കൊടുത്ത് അങ്ങനെ തമിഴ്നാട്ടിൽ നമുക്കൊരു 1000 ഡേനി കൊത്തനാരെ കൂടെ വേല ചെയ്യണമെന്നുള്ളത്. ഞാൻ കൊഞ്ചം ഹെൽപ്പ് പണ്ണ ഇഷ്ടിക വേണമാ കുമ്മാൻ വെച്ചുകാണ്ട് നമ്മൾ ചെയ്യണ മാതിരി തന്നെ. അവിടെ ഒരു കല്ല് വെക്കും, ഇവിടെ ഒരു കല്ല് വെച്ചുകാണ്ട് നേരെ തൂക്കിക്കാണ്ട് നൂലിട്ടു. അത്ര തന്നെ ഉള്ളൂ. അത്ര തന്നെ ഉള്ളൂ. തിരിച്ച് കെട്ടിയാലേ കെട്ടിടം മേളിൽ പൊങ്ങിട്ടില്ല. അടീക തൂക്കട്ടോ അടീക. എന്നൊക്കെ പടം മൊത്തം മുടിയാ? മൊത്തം പിടിക്കത്തില്ല. പടം മൊത്തം മുടിയാ? ഓ സൂപ്പർ അച്ചി. കറക്റ്റാ തൂക്കം. സൂപ്പർ റെഡി. പടം വേറെ പഠിക്കാൻ കഴിയോ? പഠിക്കണം. എനിക്ക് നല്ല ഒരു 2 കൊല്ലം ഇങ്ങനെ തങ്ങണം. നമുക്ക് കൂടെ ഒന്ന് വേല പഠിച്ചിട്ട് തമിഴ്നാട്ടില് അറിയപ്പെടുന്നത് നല്ലൊരു മേസ്തിരിയാ വന്നിരുന്നു. മുടിയുമാ? முடியும். டெய்லி ஒரு மேஸ்திரிக்கு 100 ரூபா அவருக்கு பரிசை வட்டி தர்றதுக்கு சம்பளமாக கொடுக்கணும். അത് എന്നാ അയ്യാ? അത് ഇന്ന് അപ്പം നിങ്ങൾ ഇന്ന് കണക്കൂട്ടണമെന്ന് നിങ്ങൾ കമ്മീഷൻ എടുത്ത് അപ്പം കോളേജിൽ നിങ്ങൾ പഠിക്കണം. കോളേജിൽ നിങ്ങൾ പഠിക്കണം. അങ്ങ് എவ்வளோ ഫീസ് കിട്ടണം? അത് ശരിയാ. കോളേജിൽ പഠിക്കുമ്പോൾ ഫീസ് കിട്ടണം. നിങ്ങൾ കൂടെ കൂടുമ്പോൾ ഫീസ് ഇല്ല. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? ഒരു 100 രൂപ കൊടുക്കണം. അല്ലെങ്കിൽ ഒരു 2 മാസം എന്റെ പാര് ഒരു 2 മാസം 100 രൂപ ഡെയിലി തന്നാല് മേസിരാൻ മുടിയുമോ? അങ്ങനെ முடியல. നമുക്ക് ഐഡിയ ജാസ്തി ഇരുന്ന പെട്ടെന്ന് പഠിക്കാൻ முடியும். അപ്പൊ നിങ്ങൾ എന്നിട്ട് നാഗർകോവിലിൽ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട്. ബുക്ക് സ്റ്റാളിന്റെ പേര് ഒരു ബുക്ക് മേടിക്കണം. എന്റെ പേര് കൊത്തനാര് കോഴി. മേസ്തിരി പഠിക്കാൻ വേണ്ടി ഒരു ബുക്ക്. അന്ന ബുക്ക് എന്ന പേര് ഇങ്ങനെ പറഞ്ഞാൽ മതി. ആ ബുക്ക് മേടിച്ച് നിങ്ങൾ അങ്ങനെയൊക്കെ പഠിച്ചിട്ട് അടുത്ത ദിവസം വന്ന് നിങ്ങൾ കല്ലിയും എടുത്ത് കൊണ്ടുവന്ന് നിൽക്കണം. കേട്ടല്ലേ? നിങ്ങൾ കെട്ടിക്കോളി. ആദ്യമായിട്ട് നമ്മളെ മേസ്തിരി കെട്ടി കൊടുക്കാൻ പോട്ടോ. കേരള സ്റ്റൈൽ കെട്ടാണ്. നിങ്ങളൊന്നും പേടിക്കണ്ട. റെഡി അച്ഛാ? ഒന്നും അനങ്ങാതെ സൂപ്പറായിട്ട് എപ്പടി എപ്പടി പാക്കുമ്പോത് എൻ ഉയിരിൽ ഉസിരിൽ കിളിപ്പാറും. ആ ചാന്തോടെ ചാന്തോടെ ഇവിടെ കണ്ട കാൽച്ചട്ടി 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 അല്ല തൂക്കൊണ്ട കൊടുത്ത തൂക്കൊണ്ട തൂക്കണ്ടേ തൂക്കൊണ്ടൊക്കെ എന്നെ തമ്മിൽ പറയും. തൂക്കൊണ്ടൊക്കെ തൂക്കൊണ്ടെന്നെ കേട്ടോ. മൂല തൂക്കിക്കാണ്ട് ഒരു ഇഷ്ടിക വെച്ച് അതേപോലെ തന്നെ വെടി വെച്ചിക്കാണ്ട് ഫുള്ള് നൂല് കെട്ടി ഇടക്കെട്ടൊക്കെ സെറ്റാക്കിണ്ട്. ഇനി അതേപോലെ അങ്ങോട്ട് പൊന്തും. இப்போ நம்மளே கொஞ்ச நேரத்துக்கு வேலை ஸ்டாப் பண்ணிருக்கு. என்ன தெரியுமா? சைக்கிள் டீ வந்திருக்கு. அப்போ எல்லா கொத்தனாரையும் கீழே இறக்கிட்டு டீ சாப்பிட்டுட்டு அப்புறம் வேலை ஸ்டார்ட் பண்ணும். அது എപ്പോഴാണ് തമിഴ്നാട്ടിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ കേരളത്തിൽ പണിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പൈച്ചിക്കുകയാണെങ്കിൽ ഹോട്ടലിൽ തെരഞ്ഞു പോയി സാപ്പിടണം. തമിഴ്നാട്ടിൽ இந்த மாதிரி வண்டியில் சாய சைட்டுக்கு வந்துட்டே இருக்கும். இங்கே பாரு கடி பாரு, சமோசா இருக்கு, வடை இருக்கு, அடை இருக்கு, നെയ്യപ്പം இருக்கு, ബോണ്ട இருக்கு, സുഖീൻ இருக்கு, എല്ലാം இருக்கு. അപ്പൊ ഞാൻ എന്താ ഇരിക്കണെന്ന് അറിയോ? നെയ്യപ്പം. ഇത് നമ്മളെ സൈറ്റിലെ സെൻട്രിങ്ങിന്റെ മേസിരി കേട്ടോ. പെരിയ മേസിരി. ആ പലൊക്കെ മൂപ്പർ ഒറ്റക്ക് അടിച്ചാണ്. മൂപ്പർ ഒറ്റക്ക് തന്നെ പൊളിക്കുന്നുണ്ട്. ഇനി എത്ര ചായ വേണം സാപ്പിട്? ഒന്നും കവലില്ല. അപ്പൊ ഇന്നത്തെ ചായ നമ്മൾ സ്പോൺസർ ചെയ്യണം. അയ്യാ നിങ്ങൾ തന്നെ ചായ കൊണ്ടുവന്നത്. ഒരു ചായ നിങ്ങൾ കുടി. കൊണ്ടുവന്ന ആൾക്കൊരു ചായ കൊടുത്തിട്ട് എല്ലാവരും സൈറ്റിൽ കുടിച്ചിട്ട് പോയാൽ മതി. തനക്ക് വില്ല് കൊടുക്കുക. ഇനി എത്ര ആള് ബാക്കി? എത്ര ആള് ബാക്കി? എല്ലാരും വന്നില്ലേ? ഓ മേസ്രിയേ അപ്പൊ സെറ്റ്. എന്നാല് സെറ്റ് ആയിട്ടോ? റെഡി? കുടിച്ചോളി. ഈ 2 വീടിന്റെ ഏകദേശം സ്ട്രക്ചർ വർക്കിന്റെ സെറ്റപ്പുകളൊക്കെ കാണിച്ചു തന്നു. നമ്മൾ ഈ സൈറ്റ് വിട്ട് പോവാണ്. അപ്പൊ ഈ വർക്കൊക്കെ ചെയ്യണ നാഗർകോവിൽ പക്കത്തിലുള്ള കോൺട്രാക്ടറാണ് ഈ കാണുന്നത്. എന്നാ പേര്? അതൊന്നും പ്രശ്നമില്ല. എന്നാ പേര്? ராஜ். ஓகே இல்லை? இந்த மாதிரி இந்த ப்ளாட்டில் ஜாஸ்தி வீடு வைக்கிறதுக்கு கடவுள் நல்ல தடி சௌத்தியத்தை தட்ட போட்டா. தேங்க்ஸ்.